രാവിലെ തന്നെ മഴയോട് മഴ കേട്ടോ. രാവിലെ മാത്രമല്ല, രാത്രി ഫുള്ള് മഴയായിരുന്നു, തോരാ മഴ. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫ് കുറേ ഇരുന്ന് കേട്ടോ. അപ്പോൾ അതിനെ എടുത്ത് ഇന്ന് ലാസ്റ്റായിട്ട് കറി അങ്ങ് വെച്ച് തീർക്കാമെന്ന് വിചാരിച്ച് ഞാനെടുത്ത് പുറത്തേക്ക് വെച്ച്. അപ്പോൾ പെരുന്നാളിന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ട ഇക്ക ഇന്ന് വെളുപ്പിനാണ് കേട്ടോ വീട്ടിലോട്ട് എത്തിയത്. വന്നപ്പോഴത്തേക്കും കുറേ അച്ചാറുകൾ മാരി കെട്ടിക്കൊണ്ട് വന്നു. അച്ചാർ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ, എൻ്റെ അലക്ക് കല്ല് മുഴുവൻ മുകളിലത്തെ വീട്ടിലുള്ള മുരിങ്ങയുടെ ഇല മൊത്തം വന്ന് വീഴുകയാണ് തറയിലൊക്കെ. ഞാൻ ഈ മഴയത്ത് ഇതിനൊക്കെ എങ്ങനെ തൂത്തുവാരി കളയുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. വെട്ടുമാങ്ങ അച്ചാർ എടുത്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതിനെ തിന്നു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ തന്നെ തിന്ന് വയറ് കേടാക്കി എനിക്ക് തന്നെ പണിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ അതിനെ കുപ്പിയിലോട്ടൊക്കെ ആക്കി. പിന്നെ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് നോക്കിയതിന് ശേഷം അതിനെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചേട്ടോ. അത് പിന്നീട് എന്തെങ്കിലും ചെയ്യാം. അപ്പോഴത്തേക്ക് ഇക്കായ അതിലും കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ വാങ്ങി അവർ വന്നിട്ടുണ്ട്. വന്ന വഴിക്ക് ഞാൻ ബീഫൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്കൊരു ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നേ. വാപ്പ വന്നിരുന്ന കുറച്ച് വെട്ടുമാങ്ങയൊക്കെ അങ്ങോട്ട് തട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ദോശ ചമ്മന്തിയൊക്കെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ബീഫെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബീഫിലോട്ട് ഞാൻ സവാളയും ഉപ്പും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളവും ഒക്കെ അങ്ങോട്ട് ചേർത്ത് നല്ലോണം വേകാനായിട്ട് കുക്കറിലാക്കി അടുപ്പത്തോട്ട് അങ്ങ് വെച്ച് കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് എനിക്ക് വേണ്ടി കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ബീഫ് വെച്ചാൽ ചിക്കൻ്റെ ബാക്കി നാളെ എങ്ങനെ വെക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം ചട്ടിയിലോട്ടിട്ട് എൻ്റെ ചിക്കൻ കറിക്കുള്ള മസാലകളെല്ലാം കൂടെ സെറ്റാക്കി ചിക്കൻ എടുത്തിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫൊക്കെ എടുത്ത് തണുക്കാനായിട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം ബീഫിനുള്ള അരപ്പൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെന്ത ബീഫിനെ എടുത്ത് അതിലോട്ട് തട്ടിയിട്ടുണ്ട്. പക്ഷേ ബീഫ് ഭയങ്കര മുറ്റായിരുന്നു കേട്ടോ, ഒട്ടും വെന്തിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇട്ട് വശക്കി അതിലേക്ക് തക്കാളിയും നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലേക്ക് അങ്ങോട്ട് പിച്ച് പറിച്ചിട്ട് കൊടുത്തു കേട്ടോ. മുറ്റത്തിറങ്ങി രമ്പയില പറിക്കാനൊന്നും വയ്യ, ഭയങ്കര മഴ. അങ്ങനെ ചിക്കൻ കറിയെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ കുറുകിയിരിക്കുന്ന കറിയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇക്കാക്ക് കറി വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ കറിയായിട്ട് അങ്ങ് വെക്കുന്നത്. പിന്നെ ബീഫൊക്കെ നല്ല പഴം പോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ബീഫ് നല്ലോണം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കരിമി പറയുകയാണെങ്കിൽ ഞാൻ റെഡിയാണ്, എടുത്തോളൂ ഒരു പ്ലേറ്റ് എന്ന്. ഇറച്ചിക്കറികളെല്ലാം വെച്ചതിന് ശേഷം കേട്ടോ ഇന്ന് മരച്ചീനി അടുപ്പത്തോട്ടാക്കിയത്. അങ്ങനെ മരച്ചീനിക്കുള്ള അരപ്പെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ബാക്കി ജോലികളെല്ലാം ഒതുക്കിയിട്ട് വന്നപ്പോൾ മരച്ചീനി വെന്തു. പിന്നെ അതെല്ലാം ഇളക്കിയെടുത്തു. അങ്ങനെ കറികളെല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ പിന്നെ ഓക്കെ, ബൈ.